ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് 6ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകം അതിൽ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ഉച്ചൈഹി വദതു, ഉറക്കെ പറയാനാണ്. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഓട്ടോറിക്ഷയുടെ പടം കാണാനുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് എന്താണ് സംസ്കൃതത്തിൽ പറയുക? ത്രിചക്രിക എന്ന് പറയും. ത്രിചക്രിക, 3 ചക്രമുള്ളത് അല്ലേ. ഇനി അടുത്തത് ബോട്ടിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. നൗക എന്ന് പറയും. നൗക, വഞ്ചി എന്നും അർത്ഥം. നൗക. ഇനി അടുത്തത് അജ, എന്താണ്? ആട്. അജ, ആട്. പെണ്ണാടാണ് അജ. ഇനി അടുത്തത് വീണ. വീണ, വീണയ്ക്ക് വീണ എന്ന് തന്നെയാണ് പറയുക സംസ്കൃതത്തിൽ. ഇനി പേനയ്ക്കോ? ലേഖനി. ലേഖനി. അടുത്തത് മഹിഷി. എരുമ. മഹിഷി, എരുമ. ഇനി അടുത്തത് വാക്യാനി ഉച്ചൈഹി വദതു ലിഖതു ച. ഈ വാക്യങ്ങൾ ഉറക്കെ പറയാനും എഴുതാനുമാണ് പറയുന്നത്. ഇപ്പം ഈ വാക്യം നമുക്ക് വായിക്കാം. മാതാമഹി അജാം ആനയതി. മാതാമഹി എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മ. മുത്തശ്ശി അജാം ആനയതി, പെണ്ണാടിനെ കൊണ്ടുവരുന്നു എന്നാണ് അർത്ഥം. മാതാമഹി മഹി അജാം ആനയതി, മുത്തശ്ശി പെണ്ണാടിനെ കൊണ്ടുവരുന്നു എന്നർത്ഥം. ഇനി അടുത്തൊരു ചിത്രം നോക്കിയാൽ ശാസ്ത്രജ്ഞാഃ വിക്ഷേപണീം പ്രേഷയന്തി. ശാസ്ത്രജ്ഞാഃ വിക്ഷേപണീം പ്രേഷയന്തി. ശാസ്ത്രജ്ഞന്മാർ റോക്കറ്റ് വിടുന്നു, അയക്കുന്നു എന്നർത്ഥം. ഇനി അടുത്തത് ഇവിടെ പടം നോക്കാം. ഇവിടെ ഒരു ആൺകുട്ടി വീണ വായിക്കുന്നു അല്ലേ. ഒരു ആൺകുട്ടി വീണ വായിക്കുന്നു. അപ്പോൾ അതെങ്ങനെയായിരിക്കാം പറയുന്നത്? ബാലഹ ഡാഷ് വാദയതി എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഡാഷ് എങ്ങനെ പൂരിപ്പിക്കാം? മുകളിലുള്ള വാക്കുകൾ നോക്കാം. മാതാമഹി അജാം ആനയതി. അജയെ, പെണ്ണാടിനെ എന്ന് വരാൻ അജാം എന്ന് പറഞ്ഞു. ദ്വിതീയ വിഭക്തിയാണ്. ഇനി ശാസ്ത്രജ്ഞരെ വിക്ഷേപണീം എന്ന് പറഞ്ഞു. ദ്വിതീയ വിഭക്തിയാണ്. അപ്പോൾ അതുപോലെ ഇവിടെയും വീണാം എന്ന് പറയണം, ദ്വിതീയയിൽ പറയണം. അപ്പോൾ ബാലഹ വീണാം വാദയതി എന്ന് പറയണം. ബാലൻ, ആൺകുട്ടി വീണ വായിക്കുന്നു എന്നർത്ഥം. ഇനി അടുത്തത് മുത്തശ്ശൻ, പിതാമഹ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ, മുത്തശ്ശൻ എന്താ ചെയ്യുന്നത്? ആകാശവാണി കേൾക്കുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? പിതാമഹ ആകാശവാണീം ശൃണോതി എന്ന് എഴുതാം. ഇനി അടുത്തത് സുഭാഷിതം ഭാവാത്മകതയാ വ്യക്തിശഃ സംഘശഃ വാ വിദ്യാലയ സഭായാം ആലപന്തു. വിദ്യാലയ സഭയിൽ, അതായത് അസംബ്ലിയിൽ ഒക്കെ ഈ സുഭാഷിതങ്ങൾ നല്ല രീതിയിൽ ഒരുമിച്ചും ഒറ്റയ്ക്കുമൊക്കെ പാടാനാണ് പറയുന്നത്. ഇനി അടുത്തത് ഐകമത്യം മഹാബലം ഇത്യാശയമധികൃത്യ ലഘുഭാഷണം കക്ഷ്യായാം അവതാരയതു. ഐകമത്യം മഹാബലം ഇത്യാശയമധികൃത്യ ലഘുഭാഷണം കക്ഷ്യായാം അവതാരയതു. ഐകമത്യം മഹാബലം എന്നുള്ള ആശയം വെച്ചുകൊണ്ട് ഒരു ചെറിയ പ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൂചനകളനുസരിച്ച് നമുക്കത് എഴുതിയുണ്ടാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കണം. അങ്ങനെയാണ്. മാനവാനാം പുരോഗത്യേ, മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട്. ലോകസുഖായ, ലോകസുഖത്തിന് വേണ്ടിയിട്ട്. രാഷ്ട്രഹിതായ, രാഷ്ട്രഹിതത്തിന് വേണ്ടിയിട്ട്. സമാജസ്യ ഉന്നതേഹി, സമാജത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഒക്കെ എന്താവശ്യമാണ്? ഐക്യം ആവശ്യമാണ് എന്നുള്ള രീതിയിലൊരു ചെറിയ ഒരു പ്രസംഗം എഴുതാനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? ഒരു മാതൃക പറയാം. സർവേഭ്യോ നമഃ, എല്ലാവർക്കും നമസ്കാരം. അദ്യ അഹം ഐകമത്യം മഹാബലം ഇതി
മഹത്വപൂർണവിഷയേ കിഞ്ചിത് വക്തുമിച്ഛാമി എന്ന് പറയാം. അദ്യ അഹം ഐകമത്യം മഹാബലം ഇതി മഹത്വപൂർണവിഷയേ കിഞ്ചിത് വക്തുമിച്ഛാമി. ഇന്ന് ഞാൻ ഐകമത്യം മഹാബലം എന്നുള്ള നല്ല മഹത്വപൂർണമായ വിഷയത്തിൽ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സർവേ വയം ശൃണുമഃ ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബലഃ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ ഇത് സുഭാഷിതം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, നമുക്കറിയണ ഒരു സുഭാഷിതമാണ്. എന്ത്? ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബലഃ തസ്മാദൈക്യം പ്രശംസന്തി ദൃഢം രാഷ്ട്രഹിതൈഷിണഃ എന്ന്. അസ്യ സുഭാഷിതസ്യ അർത്ഥഃ അയം യത് ഐക്യം സമാജസ്യ ബലം അസ്തി യത്ര ഐക്യം നാസ്തി തത്ര സമാജഃ ദുർബലഃ ഭവതി അതഃ രാഷ്ട്രസ്യ ഹിതം ഇച്ഛന്തഃ മഹാപുരുഷാः സർവദാ ഐക്യസ്യ മഹത്വം പ്രശംസന്തി. അത് നമ്മൾ പഠിച്ചുള്ള തന്നെയാണ്. ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറഞ്ഞതാണ്. ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഐക്യം സമൂഹത്തിൻ്റെ ബലമാണ്. എവിടെ ഐക്യമില്ലയോ അവിടെ സമാജം ദുർബലമാണ്. അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ഹിതമാഗ്രഹിക്കുന്ന മഹാപുരുഷന്മാർ എപ്പോഴും ഐക്യത്തിൻ്റെ മഹത്വം പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. ഇതം സത്യമേവ അനൈക്യയുക്തസ്യ സമാജസ്യ ഇതം സത്യമേവ അനൈക്യയുക്തസ്യ സമാജസ്യ കഥമുന്നതിം പ്രാപ്തും ശക്യത്തെ. ഇത് സത്യമാണ്. ഐക്യമില്ലാത്തൊരു സമൂഹത്തിന് എങ്ങനെയാണ് ഉന്നതി ഉണ്ടാവുക? സപ്തചത്വാരിംശദധികനവശതസഹസ്രതമേ വർഷേ, അതായത് 1947 ഭാരതം ബ്രിട്ടീഷ് ശാസനാത് മുക്തം അഭവത്. ഭാരതം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. ഏതത് ഭാരതീയ ജനതായാः ഐക്യബോധസ്യ പരിണാമः ആസീത്. ഏതത് ഭാരതീയ ജനതായാः ഐക്യബോധസ്യ പരിണാമः ആസീത്. ഭാരതത്തിലെ ജനങ്ങൾക്ക് ഐക്യബോധമുണ്ടായതുകൊണ്ടാണല്ലോ അവരൊരുമിച്ച് പ്രവർത്തിച്ച് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അസ്മാകം രാഷ്ട്രഹിതൈഷിണഃ മഹാത്മാനഃ ഐക്യബോധേന സ്വതന്ത്രഭാരതായ പ്രയത്നമകുർവൻ ഐക്യബോധസ്യ പ്രഭാവേന അസ്മാകം സ്വാതന്ത്ര്യപ്രാപ്തിഃ അഭവത് എന്നൊക്കെ പറയാം. ഐക്യബോധം കൊണ്ടാണ് സ്വതന്ത്ര ഭാരതമുണ്ടായത്, അല്ലേ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ്. അതയേവ ഉക്തം യത് ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബലഃ ഇതി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സുഭാഷിതം ശരിയാകുന്നത്, പ്രസക്തമാകുന്നത്. ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബലഃ എന്നുള്ളത്. സ്വതന്ത്ര ഭാരതേ തു ഐക്യസ്യ പ്രാധാന്യമവഗമ്യ വിവിധ ധർമാനുയായിനഃ വിവിധ സംസ്കൃതി സമ്പന്നാശ്ച ജനാഃ ഭേദഭാവാൻ വിഹായ സൗഹാർദ്ദേന സഹ ജീവനം യാപയന്തി. സ്വതന്ത്ര ഭാരതത്തിലും എന്താണ് ഐക്യത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിയിട്ട് പല മതത്തിലുള്ള ആളുകളും പല സംസ്കാരത്തിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. യദി സർവേഷു രാഷ്ട്രേഷു ഏവം ഐക്യഭാവഃ ഭവേത് തർഹി കുതഃ ദുഃഖം കുതഃ യുദ്ധം സർവത്ര ശാന്തിഃ സൗഹാർദ്ദം പ്രഗതിശ്ച ഭവേത്. അതഃ ഐക്യം ലോകസമാധാനായ മാനവപ്രഗത്यै രാഷ്ട്രഹിതായ ച അത്യാവശ്യകമിതി മത്വാ മമ വചനം വിരമാമി. ധന്യവാദാः. അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളിലും ഈ ഐക്യഭാവം ഉണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് ദുഃഖം? ആർക്കാണ് ദുഃഖം ഉണ്ടാവുക? എവിടെയാണ് യുദ്ധം ഉണ്ടാവുക? എല്ലായിടത്തും ശാന്തിയും സൗഹാർദ്ദവും പുരോഗതിയും തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഐക്യം ലോകസമാധാനത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്, രാഷ്ട്രഹിതത്തിനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനൊരു മാതൃകയിൽ ഈ രീതിയിലൊക്കെ നമുക്ക് എഴുതാം. ഇത്രയും കുറേയൊന്നും എഴുതിയില്ലെങ്കിലും ചെറിയ ചെറിയ സെൻറ്റൻസിലൊക്കെ സ്വയം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാം. ഇനി അടുത്തത് ചിത്രസ്യ ആശയാനുസാരം ഉചിതം സുഭാഷിതം പാഠഭാഗാത് സ്വീകൃത്യ ഉചിതസ്ഥാനെ ലിഖതു
ചിത്രസ്യ ആശയാനുസാരം ഉചിതം സുഭാഷിതം പാഠഭാഗാത് സ്വീകൃത്യ ഉചിതസ്ഥാനെ ലിഖതു. ഈ ചിത്രത്തിൻ്റെ ആശയം മനസ്സിലാക്കുക, എന്നിട്ട് പാഠഭാഗത്തിൽ നിന്ന് അതിനോട് യോജിപ്പുള്ള സുഭാഷിതം എടുത്തെഴുതാനാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ക്ലാസ്സാണ്. ക്ലാസ്സിൽ ടീച്ചറെ പഠിപ്പിക്കുന്നു. എന്താണ് നമുക്ക് കണ്ടിട്ട് മനസ്സിലാവണത്, എന്താണ്, ഒരു സ്മാർട്ട് ക്ലാസ്സാണ്. അപ്പോൾ അവിടെ യൂട്യൂബിൻ്റെ ഒരു അല്ലെങ്കിൽ നെറ്റിൽ കാര്യങ്ങൾ നോക്കി സെർച്ച് ചെയ്ത് വിവരങ്ങൾ കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള ഒരു ആശയമാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സുഭാഷിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര സുഭാഷിതം ഉണ്ട് പഠിക്കാനായിട്ട്? ആദ്യത്തെ ഐക്യം ബലം സമാജസ്യ തദഭാവേ സ ദുർബലഃ എന്നുള്ളത് ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെ പറയുന്ന സുഭാഷിതമാണ്. രണ്ടാമത്തെയോ നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം എന്ന് പറയുന്ന സമയത്തിൻ്റെ വില മനസ്സിലാക്കി തരുന്നൊരു സുഭാഷിതമാണ്. നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മൾ വേം ചെയ്യണം, മടിച്ച് നിൽക്കരുത് എന്നൊക്കെ പറയണു. മൂന്നാമത്തെയാണ് എല്ലാവർക്കും എല്ലാം അറിയില്ല, ആരും സർവജ്ഞനല്ല. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അത് അറിവുള്ളവരിൽ നിന്ന് മനസ്സിലാക്കാനുള്ള വിനയം നമുക്കുണ്ടാകണം എന്നൊക്കെ പറയുന്ന ആ ഒരു ആശയമാണ് അല്ലേ ഇവിടെ ക്ലാസ്സിൻ്റെ ചിഹ്നത്തിൽ കൊടുത്തിരിക്കുന്നത്. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ള ആശയമാണ് ഇവിടെ വരുന്നത് അല്ലേ. ഇനി അടുത്ത ചിത്രം നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ആ സുഭാഷിതം എഴുതണം. സർവം ന ജാനാതി എന്നുള്ള സുഭാഷിതം ഇവിടെ എഴുതണം. ഇനി അടുത്തത് ഉറുമ്പുകൾ എന്താണ്, ഏതു നേരവും പണിയെടുക്കുന്ന ആൾക്കാരാണ് അല്ലേ ഉറുമ്പുകൾ. അപ്പോൾ അങ്ങനെ ഒരു ആശയം തരുമ്പോൾ എന്താണ്, നമ്മൾ സമയം കളയാതെ കാര്യങ്ങൾ, നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നൊരാശയമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെ ഏത് സുഭാഷിതം വരും? രണ്ടാമത്തെ സുഭാഷിതം അല്ലേ. ഇതാണ് ന കശ്ചിദപി ജാനാതി കിം കസ്യ ശ്വോ ഭവിഷ്യതി അതഃ ശ്വഃ കരണീയാനി കുര്യാദദ്യൈവ ബുദ്ധിമാൻ എന്നുള്ളത് അവിടെ എഴുതണം. ഇനി അടുത്തത് പദാനാം അർത്ഥം ലിഖതു. ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം എഴുതാനാണ്. അപ്പോൾ ദുർബലഃ എന്താണ് അർത്ഥം? ദുർബലൻ. ഇവിടെ സംസ്കൃതത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു എളുപ്പം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ കുറേ വാക്കുകൾ സംസ്കൃതത്തിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ദുർബലൻ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ദുർബലഃ എന്ന് പറയുമ്പോൾ ദുർബലൻ എന്നർത്ഥം. ജാനാതി എന്ന് പറയുമ്പോൾ അറിയുന്നു എന്നർത്ഥം. മിത്രം എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ എന്നർത്ഥം, സുഹൃത്ത് എന്നർത്ഥം. വിശ്വം എന്ന് പറയുമ്പോൾ വിശ്വം, ലോകം എന്നൊക്കെ അർത്ഥം പറയാം. ധീഹി എന്ന് പറയുമ്പോൾ ബുദ്ധി എന്നാണ് അർത്ഥം. ഇനി അടുത്തത് അമരകോശ. അമരകോശം എന്ന് പറഞ്ഞാൽ അമരസിംഹൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ എഴുതിയ ഗ്രന്ഥമാണ് അമരകോശം. അമരകോശത്തിൽ നിന്ന് നമുക്ക് ഒരേ അർത്ഥത്തിലുള്ള പല വാക്കുകളും കിട്ടും. അപ്പോൾ ഇവിടെ ബുദ്ധി എന്നുള്ള വാക്കിൻ്റെ പകരം പദങ്ങളാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അമരകോശത്തിൽ നിന്ന് എടുത്തതാണ്. ബുദ്ധിർമനീഷ ധിഷണ ധീഹി പ്രജ്ഞ ശേമുഷി മതിഹി. എത്ര വാക്കുകളാണ് ബുദ്ധിക്ക് ഉള്ളത്? ബുദ്ധി എന്നുള്ള പദത്തിൻ്റെ പകരം പദങ്ങൾ ഏതൊക്കെയാണ്? മനീഷ എന്ന് പറഞ്ഞാലും ബുദ്ധിയാണ്, ധിഷണ എന്ന് പറഞ്ഞാലും ബുദ്ധിയാണ്, ധീഹി എന്ന് പറഞ്ഞാലും ബുദ്ധിയാണ്, പ്രജ്ഞ എന്ന് പറഞ്ഞാലും ബുദ്ധിയാണ്, ശേമുഷി എന്ന് പറഞ്ഞാലും ബുദ്ധിയാണ്, മതിഹി എന്ന് പറഞ്ഞാലും ബുദ്ധിയാണ്. ഇതൊക്കെ ബുദ്ധിയുടെ പര്യായ പദങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നു ആകാരാന്തഃ സ്ത്രീലിംഗ വീണാശബ്ദ. വീണാശബ്ദത്തിൻ്റെ 7 വിഭക്തിയിലുള്ള രൂപങ്ങളാണ് പഠിക്കണത്. വീണാശബ്ദം ആകാരാന്തമാണ്, ആ എന്ന് അവസാനിക്കുന്നതാണ് അല്ലേ. വീണ എന്ന് പറയുമ്പോൾ ആലാണ് അവസാനിക്കണത്. പിന്നെ സ്ത്രീലിംഗമാണ് അത്. അപ്പോൾ അതിൻ്റെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം കൊടുത്തിരിക്കുന്നു. പ്രഥമാ വിഭക്തി, സംബോധന പ്രഥമ, ദ്വിതീയാ വിഭക്തി, തൃതീയാ വിഭക്തി, ചതുർത്ഥി വിഭക്തി, പഞ്ചമി വിഭക്തി, ഷഷ്ഠി വിഭക്തി, സപ്തമി വിഭക്തി എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് പാഠം പഠിക്കുകയാണ് വേണ്ടത്. അതെങ്ങനെയാണ് പഠിക്കുക? ആകാരാന്ത സ്ത്രീലിംഗ വീണാശബ്ദ. വീണാ വീണേ വീണാ, ഹേ വീണേ ഹേ വീണേ ഹേ വീണാ, വീണാം വീണേ വീണാ, വീണയാ വീണാഭ്യാം വീണാഭേ, വീണായൈ വീണാഭ്യാം വീണാഭ്യ, വീണായാ വീണാഭ്യാം വീണാഭ്യ,
വീണായാ വീണയോ വീണാനാം, വീണായാം വീണയോ വീണാസു. അപ്പോൾ ഈ വിഭക്തികൾ എന്തിനാണ് പഠിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ പഠിച്ചു ബാലഹ വീണാം വാദയതി എന്ന് പഠിച്ചു. മുകളിൽ ബാലൻ വീണയെ വായിക്കുന്നു എന്ന് പഠിച്ചു. അപ്പോൾ വീണയെ എന്ന് നമുക്ക് അവിടെ എഴുതണമെങ്കിൽ വീണയുടെ ദ്വിതീയ വിഭക്തി ഏകവചനം അറിയണം. ദ്വിതീയ വിഭക്തി ഏകവചനം എന്താണ്? വീണാം. അപ്പോഴാണ് നമുക്ക് ബാലൻ വീണയെ വായിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ബാലഹ വീണാം എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ബാലൻ വീണ വായിക്കുന്നു എന്നാണ് പറയുക. പക്ഷെ അത് സംസ്കൃതത്തിൽ നമ്മൾ എഴുതുമ്പോൾ ബാലഹ വീണാം വാദയതി, ബാലൻ വീണയെ വായിക്കുന്നു എന്ന് എഴുതുമ്പോഴാണ് അവിടെ ശരിയാവണത്. അപ്പോൾ അങ്ങനെ ഇനി ധാതുരൂപങ്ങൾ. ഞാ അവബോധനെ, ഞാ എന്ന് പറയുന്നൊരു ധാതുണ്ട്. ആ ധാതു എന്ന് പറഞ്ഞാൽ റൂട്ട്. ഇപ്പം ജാനാതി എന്ന് പറയുന്നൊരു ക്രിയാപദം ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ്? അറിയുന്നു. അറിയുന്നു എന്നുള്ളതൊരു ക്രിയാപദമാണ് ജാനാതി. അപ്പോൾ ഈ ക്രിയാപദം ഉണ്ടായിട്ടുള്ളത് ഒരു റൂട്ടിൽ നിന്നാണ്. എന്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? ഞാ എന്ന് പറയുന്ന ഒരു റൂട്ട് ധാതുവുണ്ട്. അതിൻ്റെ അർത്ഥം അവബോധനം എന്നാണ്. ആ ധാതുവിൽ നിന്നാണ് ജാനാതി എന്നുള്ള രൂപമുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ലട്ടിലാണ്. ലട്ട് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം എന്നർത്ഥം. വർത്തമാനകാലത്തിൽ ഈ ഞാ ധാതുവിൻ്റെ രൂപങ്ങളാണ് ജാനാതി, ജാനീതഃ, ജാനന്തി, ജാനാസി, ജാനീഥഃ, ജാനീഥ, ജാനാമി, ജാനീവഃ, ജാനീമഃ. അപ്പോൾ ഇവിടെ പ്രഥമ പുരുഷൻ, മധ്യമ പുരുഷൻ, ഉത്തമ പുരുഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ജാനാതി എവിടെ നിന്നാണ് വന്നത്? സർവഃ സർവം ന ജാനാതി, എല്ലാവരും എല്ലാം അറിയുന്നില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് ഈ ജാനാതി നമ്മൾ പഠിച്ചത്. ഇനി ശബ്ദകോശം നോക്കാം. ഓരോന്നിൻ്റെയും സംസ്കൃത ശബ്ദം, സംസ്കൃതാർത്ഥം, മലയാളാർത്ഥം. അതഃ, തസ്മാത്, ആ കാരണത്താൽ, അദ്യ, അസ്മിൻ ദിനെ, ഇന്ന്, ഐക്യം, ഏകതായാഹ ഭാവഃ, ഐക്യം, കുര്യാത്, കുരു, ചെയ്താലും, ജാനാതി, അവഗച്ഛതി, മനസ്സിലാക്കുന്നു, ദൃഢം, നിശ്ചയേന, ഉറപ്പായും, പ്രശംസന്തി, അഭിനന്ദന്തി, അഭിനന്ദിക്കുന്നു, രാഷ്ട്രഹിതൈഷിണഃ, രാഷ്ട്രക്ഷേമം ഇച്ഛന്തഃ, രാജ്യനന്മ ആഗ്രഹിക്കുന്നവർ, ശ്വഃ, ആഗാമിനി ദിനെ, നാളെ, സമാജസ്യ, സമൂഹസ്യ, സമൂഹത്തിൻ്റെ, സർവജ്ഞഃ, സർവവിദ്, എല്ലാം അറിയുന്നവൻ, പരിനിഷ്ഠ, സ്ഥിതി, നിലനിൽപ്പ്. ഇങ്ങനെ അർത്ഥങ്ങൾ പറഞ്ഞു. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. സുഭാഷിതത്തിനെ പറ്റിയിട്ടാണ്, സുഭാഷിതത്തിൻ്റെ മഹത്വത്തെ പറ്റിയിട്ടാണ്. എന്താണ് ഒരു സുഭാഷിതം പറയാണ്? ഭാഷാസു മധുരാ മുഖ്യ ദിവ്യ ഗീർവാണ ഭാരതി, തസ്യാം ഹി മധുരം കാവ്യം തത്രാപി ച സുഭാഷിതം. ഭാഷാസു മധുരാ മുഖ്യ ദിവ്യ ഗീർവാണ ഭാരതി, തസ്യാം ഹി മധുരം കാവ്യം തത്രാപി ച സുഭാഷിതം. ഭാഷകളിൽ മധുരമായതും മുഖ്യമായതും ദിവ്യമായതുമൊക്കെ ഏത് ഭാഷയാണ്? ഗീർവാണ ഭാരതിയാണ്, അതായത് സംസ്കൃത ഭാഷയാണ്. തസ്യാം ഹി മധുരം കാവ്യം, ആ സംസ്കൃത ഭാഷയിൽ ഏറ്റവും മധുരമായിട്ടുള്ള എന്താണ്? കാവ്യമാണ്. തത്രാപി ച സുഭാഷിതം, കാവ്യങ്ങളുടെ കൂടെ സുഭാഷിതമാണ് ഏറ്റവും മധുരമായിട്ടുള്ളത് എന്നാണ് ഈ ഒരു സുഭാഷിതത്തിൽ പറയുന്നത്. ഇനി ഈ പാഠം പഠിച്ചതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി എന്നാണ് പറയണത്. സുഭാഷിതം സതാളം ആലപത്, സുഭാഷിതം നല്ല താളത്തോടു കൂടി പാടി. ലഘു ഭാഷണം അകരോത്, ചെറിയ പ്രസംഗം നടത്തി. പദാനാം അർത്ഥമലിഖത്, പദങ്ങളുടെ അർത്ഥമെഴുതി. സുഭാഷിതസ്യ ആശയം അവാഗച്ഛത്, സുഭാഷിതത്തിൻ്റെ ആശയം മനസ്സിലാക്കി. ആശയാനുസാരം സുഭാഷിതം അലിഖത്, ആശയമനുസരിച്ച് സുഭാഷിതമൊക്കെ എഴുതി. അധോ ദത്തേ സുഭാഷിതേ സൂചിതസ്യ കസ്യചന പക്ഷിണഃ ചിത്രം അത്ര ദത്തമസ്തി, ബിന്ദൂൻ യോജയിത്വാ ചിത്രസ്യ വർണ്ണലേപനം കരോതു.
താഴെ ഒരു സുഭാഷിതം കൊടുത്തിട്ടുണ്ട്. ഈ സുഭാഷിതം അനുസരിച്ച് ഒരു പക്ഷിയുടെ പടം ചിത്രം താഴെ കൊടുത്തിട്ടുണ്ട്. കാക്കയല്ലേ, അപ്പോൾ അതിൻ്റെ ബിന്ദുക്കളൊക്കെ യോജിപ്പിച്ചിട്ട് കളർ കൊടുക്കാനാണ് പറയുന്നത്. എന്താണ് സുഭാഷിതം? കാകദൃഷ്ടിർഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥിലക്ഷണം. കാകദൃഷ്ടിർഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതദ് വിദ്യാർത്ഥിലക്ഷണം. ഈ സുഭാഷിതത്തിൽ എന്താണ് പറയുന്നതെന്നോ, ഒരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം എന്നാണ്. ഒരു വിദ്യാർത്ഥി, ഒരു സ്റ്റുഡൻ്റ് എങ്ങനെയായിരിക്കണം എന്നതാണ് പറയുന്നത്. കാകദൃഷ്ടി, കാക്കയുടെ ദൃഷ്ടി ഉണ്ടാവണം. ഭഗധ്യാനം, കൊക്കിൻ്റെ ധ്യാനം ഉണ്ടാകണം. ശ്വാനനിദ്ര, പട്ടിയുടെ ഉറക്കമുണ്ടാകണം. അല്പാഹാരം, അല്പാഹാരം ഉണ്ടാകണം. ജീർണവസ്ത്രം, ജീർണവസ്ത്രമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള ആശയം എന്ന് വെച്ചാൽ, കാകദൃഷ്ടി, കാക്കയുടെ നോട്ടം. അതായത് കാക്ക ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കും, വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യും. അപ്പോൾ ആ ഒരു ഒബ്സർവേഷൻ, നിരീക്ഷണം, എല്ലാത്തിനെയും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കാൻ, നിരീക്ഷിക്കാൻ ഉള്ള കഴിവ് ആർക്കുണ്ടാവണം? ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവണം എന്നാണ് കാകദൃഷ്ടി എന്നുള്ളതുകൊണ്ട് പറയണത്. ഈ ഭഗധ്യാനം, കൊക്കിൻ്റെ ധ്യാനം എന്ന് പറഞ്ഞാൽ, കൊക്ക് ഇങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് കുളത്തിൽ കൊക്ക് ഇങ്ങനെ മത്സ്യം പിടിക്കാൻ നിൽക്കും, ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കും, ധ്യാനിച്ച് നിൽക്കണ പോലെ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ എന്താ വെച്ചാൽ ആ മത്സ്യത്തിനെ കിട്ടണത് വരെ കൊക്ക് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതുപോലെ ആയിരിക്കണം ഒരു വിദ്യാർത്ഥി. അതായത് നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഒരു ധ്യാനമായിരിക്കണം. എത്ര നേരം പഠിച്ചാൽ നമുക്ക് കാര്യങ്ങൾ വെടുപ്പായിട്ട് മനസ്സിലാകുമോ അത്രയും നേരം ഇരുന്ന് പഠിക്കാനുള്ള, ധ്യാനം പോലെ ഇരിക്കാനുള്ള ഒരു മനസ്സ് വിദ്യാർത്ഥിക്ക് ഉണ്ടാവണം. അതാണ് ഭഗധ്യാനം എന്ന് പറയണത്. ഇനി ശ്വാനനിദ്ര, പട്ടിയുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നായ, പട്ടി എന്താണ് ഈ ഉറങ്ങുകയാണ്, പക്ഷെ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ ഞെട്ടി ഉണരും അല്ലേ? അപ്പോൾ അത്രയും ജാഗ്രതയോടുകൂടി, അതായത് ഒരു അലസമായിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങാതെ ജാഗ്രതയോടുകൂടി അലസതയൊക്കെ മാറ്റി വെച്ച് പെട്ടെന്ന് ഉണർന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു മനസ്സ് വിദ്യാർത്ഥിക്ക് ഉണ്ടാവണം. ഇനി അല്പാഹാരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഭക്ഷണം വെച്ചാൽ ഒട്ടും ഭക്ഷണം കഴിക്കരുത്, കുറച്ച് കഴിക്കാവൂ, അങ്ങനെയൊന്നല്ല അതിൻ്റെ അർത്ഥം. ഭക്ഷണത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ വരരുത്. എവിടെയാണ് പഠനത്തിലേക്കാണ് ശ്രദ്ധ വരേണ്ടത്. നല്ല ഭക്ഷണം കഴിക്കണം, ആവശ്യത്തിനുള്ള പോഷകങ്ങളൊക്കെ കഴിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് ഇന്ന ഭക്ഷണങ്ങൾ വേണം, എനിക്ക് അതാണ് വേണ്ടത്, ഇതാണ് വേണ്ടത് എന്നിങ്ങനെയുള്ള വാശികൾ, ആവശ്യമില്ലാത്ത അനാരോഗ്യകരമായിട്ടുള്ള കഴിക്കുക, അങ്ങനെ അതിലേക്കല്ല ശ്രദ്ധ പോകേണ്ടത്. എന്തിലേക്കാണ്? പഠിപ്പിലേക്കാണ് ശ്രദ്ധ പോകേണ്ടത്. അമ്മയച്ഛനൊക്കെ എന്താ നല്ല ആഹാരം എല്ലാവർക്കും ഉണ്ടാക്കി തരും, അപ്പോൾ അത് കഴിച്ച് പഠനത്തിലേക്ക് ശ്രദ്ധ പോവുക. അല്ലാതെ എനിക്കിത് പോരാ, അത് വേണ്ട എന്നൊന്നും ചിന്തിച്ച് ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കുകയല്ല വേണ്ട. എന്തിനെ പറ്റി ചിന്തിക്കേണ്ടത്? പഠനത്തെപ്പറ്റി ചിന്തിക്കണം. പിന്നെന്താണ്? ജീർണവസ്ത്രം, ജീർണിച്ച വസ്ത്രം, പൊട്ട ഡ്രസ്സ് ഇടണം എന്നല്ല അർത്ഥം. അതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകരുത്. ലളിതമായി നല്ല വൃത്തിയായി വസ്ത്രം ധരിക്കണം വിദ്യാർത്ഥികൾ. അതാരായാലും അങ്ങനെയാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ലളിതമായി വസ്ത്രം ധരിക്കണം. അതാണല്ലോ നമുക്ക് സ്കൂളിലേക്കൊക്കെ യൂണിഫോം എന്നുള്ള ഒരു സങ്കല്പം എന്താണ്? എല്ലാവരും ഒരുപോലെ ലളിതമായി വസ്ത്രം ധരിച്ച് പഠിക്കുക. പഠനത്തിനാണ് അവിടെയും പ്രാധാന്യം. അല്ലാതെ രാവിലെ കുറേ നേരം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മേക്കപ്പ് ചെയ്ത് മുടി കെട്ടിയത് ശരിയായില്ല, അല്ലെങ്കിൽ ഐലൈനർ ഇട്ടത് ശരിയായില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ച് വെറുതെ സമയം കളയരുത്. വിദ്യാർത്ഥിയുടെ സമയം എവിടെയാണ് പോകേണ്ടത്? പഠനത്തിലാണ്. അപ്പോൾ വളരെ ലളിതമായിരിക്കണം വിദ്യാർത്ഥി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സുഭാഷിതത്തിലെ കാക്കയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ കാക്കയുടെ പടം കൊടുത്തിട്ടുണ്ട്, അത് കുത്തുകൾ യോജിപ്പിച്ച് കളർ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ പാഠം അവസാനിക്കുകയാണ്. നമുക്ക് പിന്നെ കാണാം. ധന്യവാദ.